വെള്ളാപ്പള്ളിയല്ല LDF. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വന്റെ ഈ ഒരൊറ്റ വാക്കിൽ തകർന്നടിഞ്ഞത് BDGSനെ ഇടതിലെത്തിക്കാനുള്ള പിണറായി വെള്ളാപ്പള്ളി അന്തർധാരയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ ചേർത്തു പിടിച്ചതാണെന്ന് CPI ആഞ്ഞടിക്കുന്നു. കണ്ടാൽ കൈകൊടുക്കും, പക്ഷേ കാറിൽ കയറ്റില്ലെന്ന ബിനോയുടെ പരിഹാസം കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്താണ്. CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ച് വെള്ളാപ്പള്ളിയും എത്തി. ഇതോടെ ഇടതിലെ BDGSന്റെ സാധ്യത തീർന്നു. ഇനി UDFന്റെ കാര്യം നോക്കാം. അങ്ങോട്ടൊന്ന് നോക്കാൻ പോലും തുഷാർ വെള്ളാപ്പള്ളിയുടെ BDGSനെ ലീഗ് സമ്മതിക്കില്ല. മുസ്ലിം ലീഗിനെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡ് എന്ന് വിളിച്ച് വെള്ളാപ്പള്ളിക്ക് മാപ്പില്ലെന്നാണ് ലീഗ് നിലപാട്. മലപ്പുറം ജില്ലയെയും മുസ്ലിം സമുദായത്തെയും നിരന്തരം അവഹേളിക്കുന്ന വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടുന്നത് ആത്മഹത്യാപരമാണെന്ന് ലീഗ് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ഒരു പൂച്ചയുടെ പിന്തുണ പോലും കിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി അന്ന് പറഞ്ഞത് വെറുതെയല്ലെന്ന് ചുരുക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ കുടുങ്ങിയതും കടകംപള്ളിക്കെതിരെ അന്വേഷണം മുറുകുന്നതും ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാളെ കൂടെ കൂട്ടുന്നത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുമെന്നാണ് CPIയുടെ പേടി. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് അകന്നതും വെള്ളാപ്പള്ളി ഘടകം മൂലമാണെന്ന് അവർ അടിവരയിടുന്നു. അതായത് രണ്ടുപേർക്കും വേണ്ട. അതുകൊണ്ട് തന്നെ NDAയിൽ തുടരേണ്ടി വരും വെള്ളാപ്പള്ളിക്ക്. ചുരുക്കത്തിൽ അച്ഛൻ പറഞ്ഞുണ്ടാക്കിയ വർഗീയ പരാമർശങ്ങൾ മകന്റെ രാഷ്ട്രീയ ഭാവിക്ക് വില്ലനാകുന്നു. BDGS എന്ന പാർട്ടിക്ക് ഇനി NDA അല്ലാതെ മറ്റൊരു താവളവുമില്ലെന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇനി ഏതൊക്കെ വഴിക്ക് തിരിയുമെന്ന് കാത്തിരുന്ന് കാണാം.